ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ സുധീഷും ഹരീഷും കൂടി നീതുവിൻ്റെ വീട്ടിൽ നീതുവിനെ കാണാൻ ചെല്ലുന്നുണ്ട്. നീതുവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് വീട്ടിനകത്താണ് നീതു. ആ സമയത്ത് എങ്ങനെയെങ്കിലും നീതുവിനെ കണ്ട് സംസാരിക്കണമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. കാരണം വീട്ടിൽ നിന്ന് അവൾ വീട്ടിൽ നിന്ന് വന്ന് നമുക്ക് അനുകൂലമായിട്ടൊക്കെ പോലീസിനോട് സംസാരിച്ചതാണ്. അതിൻ്റെ പേര് അവളുടെ ആങ്ങളെയും അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് തല്ലി കാണും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവളെ എന്തെങ്കിലും കണ്ടെന്ന് ആശ്വസിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ആ സമയത്താണ് അതിൻ്റെ കൂടെ ഒരു പെൺകുട്ടി വരുന്നത്. അങ്ങനെ ആ പെൺകുട്ടി അടുത്ത് പറയും, ഞങ്ങൾക്ക് ആ വീട്ടിലുള്ള നീതുവിനെ ഒന്ന് കണ്ട് സംസാരിക്കണം. കുട്ടി ചെന്ന് നീതുവിനെ കാണാൻ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്നൊന്ന് പറയാമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടി എന്നിട്ട് നീതുവിൻ്റെ അമ്മയടുത്ത് പറയും, നീതുവിനെ കാണാൻ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, പുറത്ത് നിൽക്കുക. അതെന്താ അവൾക്ക് അകത്തോട്ട് വന്നുകൂടാന്ന് നോക്കും. അല്ല, അവൾക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകണം, നീതു ഒന്ന് പുറത്തോട്ട് വന്നാൽ മതി, പെട്ടെന്ന് അങ്ങ് പോകാമെന്ന് പറയും. അങ്ങനെ അത് വിശ്വസിച്ചുകൊണ്ട് നീതുവിൻ്റെ അമ്മ നീതുവിൻ്റെ അടുത്ത് പറയും, എങ്കിൽ പോയി സംസാരിക്കാൻ പറയാം. അങ്ങനെ പുറത്ത് നിൽക്കുമ്പം കാണുന്നത് ഹരീഷിനെയും സുധീഷിനെയാണ്. അങ്ങനെ സുധീഷ് പറയെങ്കിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഹരീഷുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഹരീഷിനെ കണ്ടതും നീതു ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നിഖിൽ വരുന്നത്. നിഖിൽ വന്നിട്ട് പറയും, നിനക്ക് നാണം കൊണ്ടുകൂടി ആൾക്കാർ പോകുന്ന റോഡിൽ കൂടി അവൾ പരസ്യമായിട്ട് കാമുകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് പിന്നെ അടിക്കാൻ പോകും. എൻ്റെ മുമ്പിൽ വെച്ച് അവളെ അടിക്കാനെങ്ങാനും നോക്കിയാലുണ്ടല്ലോ, നീ എന്ത് ചെയ്യും? ഇവിടെ എൻ്റെ പെങ്ങളാണ്, ഇവിടെ ഞാൻ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ച് കയറി വാടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ച് അകത്തോട്ട് കൊണ്ടുപോകണം. ആ സമയത്ത് സുധീഷ് പറയും, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അങ്ങനെ വയ്ക്കും. അമ്മയെന്ന് വിളിക്കും. ആ സമയത്ത് എന്താടാ അമ്മ ഇതൊന്നും കാണുന്നില്ലേ, ഞാനിവിടെ ജോലി നിൽക്കുമല്ലേ, മോള് എന്ത് ചെയ്യേ? അവളുടെ ഫ്രണ്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഹരിതയെന്ന് അങ്ങോട്ടാ പറഞ്ഞത്. ഹരിതയല്ല, ഹരീഷ്. അവനും ആ സുധീഷും കൂടി പുറത്ത് ഇപ്പോണ്ടായിരുന്നു. ഞാൻ വന്ന് കണ്ടപ്പോഴേ അവൾ അവൻ്റെ കൂടെ പരസ്യമായിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. എടി നാണം കെട്ടവളെ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചിട്ട് നീതുവിനെ അടിക്കുകയാണ്. ആ സമയത്ത് പറയും, നിങ്ങൾ എന്നെ തല്ലിയാലും കൊന്നാലും ഹരീഷിനോട് എനിക്കുള്ള ഇഷ്ടം മാറത്തില്ല, ഞാൻ ഹരീഷിനോട് തന്നെ ജീവിക്കത്തോളം എന്ന് പറയും. അവൾ അവിടെ വന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് അവൾ മൊഴി കൊടുത്തേക്കുന്നു. എൻ്റെ മോനെ അവന്മാരെ ചേർന്ന് തല്ലി ചതച്ചിട്ട് പോലും അവൾക്ക് സ്വന്തം സഹോദരനോട് അവൾക്കൊരു സ്നേഹമില്ല, കൂടെപ്പറയുകൊണ്ട് സ്നേഹമില്ലാത്തവൾ, ഇവൾ എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നീതു പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മകൻ്റെ കയ്യിരിപ്പോണ്ട, അവനെന്തിനാ നിധിയേട്ടത്തി ജോലിക്ക് പോകുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അഞ്ജലിന്ന് വിളിച്ച് കളിയാക്കിയത് കൊണ്ടല്ലേ സുധീഷ് ചേട്ടനും ഹരീഷ് ചേട്ടനും എല്ലാം കൂടി വന്ന് അവനെ തല്ലിയത്. എന്താ 5 ആണുങ്ങളുടെ വീട്ടിൽ ഒരു പെൺകുട്ടി താമസിച്ച് കഴിഞ്ഞാൽ മോശമായിട്ട് സംസാരിക്കണോ എന്നൊക്കെ പറഞ്ഞു. നാളെ ഞാൻ ചെന്ന് കയറാനുള്ള വീടാത്, നിന്നെ അങ്ങോട്ട് കെട്ടിച്ചയക്കുക അവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നിഖിലും തല്ലാൻ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് മതി എന്നെ തല്ലിയത്, നിങ്ങളെല്ലാവരും തല്ലി എനിക്ക് ശരീരം അനക്കാൻ വയ്യാത്ത അവസ്ഥയെ, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നതുകൊണ്ട് ബാഗ് മുറിലോട്ട് കയറി ചെല്ലുകയാണ്. ആ സമയത്ത് ബാഗും എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാണ്. ആ സമയത്ത് നിഖിൽ പറയും, നീ എങ്ങനെ ജീവിക്കും? ഇടി ഇത്രയും നാൾ നീ അച്ഛൻ്റെ ചിലവല്ലേ ജീവിച്ചെന്ന് പറയും. അതെ, ഞാൻ അച്ഛൻ്റെ ചിലവ് ഈ പറഞ്ഞ് നിനക്ക് സ്വന്തമായിട്ട് ജോലിയും കൂലിയും ഒന്നുമില്ലല്ലോ, ഒന്നുമില്ലെങ്കിൽ ഹരീഷേട്ടനെ സ്വന്തമായിട്ട് ജോലിയുണ്ട്, അധ്വാനിച്ച് ഹരീഷേട്ടൻ ജീവിക്കുന്നത്, അല്ല നിന്നെപ്പോലെ അച്ഛൻ്റെ അമ്മയുടെ ചിലവല്ലെന്ന് പറയും. എന്തുവാടി പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് പിന്നെയും നീതുവിൻ്റെ അമ്മ തല്ലാൻ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇനി എന്നെ തല്ലാൻ സമ്മതിക്കത്തില്ലെന്നുള്ളത്, നിങ്ങൾ ഇത്രയും നാളും എന്നെ ആയിട്ട് പന്ത് തട്ടുന്ന പോലെ തട്ടിയതായിരുന്നു, ഞാനവരുടെ സ്നേഹിച്ചതിൻ്റെ പേര് ചില്ലറ ഉപദ്രവമല്ലേ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഉപദ്രവിച്ചിട്ടുള്ളത്, ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാഗും പെട്ടിയെല്ലാം എടുത്തോണ്ടെങ്കിൽ ഇറങ്ങുകയാണ്. ആ സമയത്ത് നീതുവിൻ്റെ അമ്മ പറയും, എടി നിൽക്കടിയെന്ന് പറയും. ഉടനെ നിഖിൽ പറയും, തടയേണ്ട അമ്മ, അവൾക്ക് അത്ര സാമർത്ഥ്യമാണ്, അവൾ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കട്ടെ എന്ന് പറയും. ഞാൻ കാണിക്കാൻ തന്നെ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നീതു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ആ സമയത്ത് വീട്ടിൽ വന്നിട്ട് സുധീഷും ഹരീഷും കൂടി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നീതുവിനെ കാണാൻ വീട്ടിൽ ചെന്നതും നിഖിലത് കണ്ടുപിടിച്ചതുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഓരോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നത്, ഇനിയിപ്പോൾ അതിൻ്റെ പേര് ആ കുട്ടിയെ പിന്നെയും അവരിട്ട് ഉപദ്രവിക്കുക അടിക്കുകയൊക്കെ ചെയ്യും, പിന്നെയും പ്രശ്നങ്ങളാവും. അത് സുഭാഷ് ചേട്ടാ, അത് ഇവിടെ വന്നിനി അവളെ എന്തെങ്കിലും സംസാരിച്ചതിൻ്റെ പേര് അവളെ അവർ തല്ലിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്, ഒന്ന് ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ മൊബൈൽ ഫോൺ പോലുമില്ല, അതും അവളെ അമ്മ തല്ലി പൊട്ടിച്ചെന്ന് പറയും. ശരി, ഇനി അതിൻ്റെ പേര് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ആ സമയത്ത് നമ്മുടെ നീതു അങ്ങോട്ട് വരുന്നത് ബാഗൊക്കെ പിടിച്ചുകൊണ്ട്, അപ്പോഴത്തേക്ക് ഭാസ്കരൻ അവിടെ പുറത്ത് വയ്ക്കുകയാണ്. ആ സമയത്ത് ഭാസ്കരൻ ചോദിക്കും, എന്താ ഹരീഷ് ചേട്ടനില്ലേ? അകത്തുണ്ട്. അങ്ങനെ ഹരീഷ് ചേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്ക് നിധിയും സുധീഷും സുഭാഷും ഹരീഷും എല്ലാം ഇറങ്ങി വരുന്നുണ്ട്. അല്ല നീതു, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഞാനിങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു, എനിക്കിനി അവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഹരീഷ് ചേട്ടാ, അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർ എന്നെ ഇനിയും തല്ലും, ഇപ്പം തന്നെ എനിക്ക് തല്ലുകൊണ്ട് ശരീരം ഒരു പൊടി അനക്കാൻ വയ്യ, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഹരീഷ് ചേട്ടനെ കൂടി ജീവിച്ചാൽ മതി എന്ന് പറയും. ആ സമയത്ത് സുധീഷും പറയും, ഇനിയിപ്പം അതേ ഉള്ളൊരു തീരുമാനം എന്ന് പറയും. എന്താ സുഭാഷ് ചോദിക്കും, ഇനിയിപ്പം നമുക്ക് ഇവരുടെ കല്യാണമൊക്കെ നടത്താമെന്ന് പറയും. കല്യാണമോ? അപ്പം ഹരീഷ് അങ്ങ് പേടിക്കും. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? സുധീഷ് പറയും, ഇത് കൈ വന്നൊരവസരമാണ്, ഇനി ഇങ്ങനെ അവസരം കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം കല്യാണം നടക്കുമെന്ന് വെച്ചാൽ അങ്ങ് നടക്കട്ടെ എന്ന് പറയും. അല്ല, അത് പെട്ടെന്ന് സുധീഷ് ചേട്ടാ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്നല്ലല്ലോ, നമുക്ക് ഒരുപാട് ആലോചിച്ച് വേണ്ട, എന്തായാലും എത്രയും പെട്ടെന്ന് കല്യാണം നടത്താൻ സുഭാഷും പറയുന്നുണ്ട്. അങ്ങനെ നീതുവിൻ്റെ ഹരീഷിൻ്റെ കല്യാണമൊക്കെ നടത്താനായിട്ട് കിളിക്കൂട്ടുള്ളവർ
തീരുമാനിക്കുകയാണ്. അങ്ങനെ നിധിക്ക് കൂട്ടായിട്ട് കിളിക്കൂട്ടിലോട്ട് പുതിയൊരു അനിയത്തിയും കൂടി വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വരും വിശേഷങ്ങളും ബാക്കി കഥയുമായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.